ഹായ് എവരിവൺ. അപ്പം ഇന്ന് ഞാൻ എങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് പ്ലേസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും കാലം ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ എങ്ങനെയാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് നമുക്ക് പ്ലേസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ നേരെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് ജസ്റ്റ് എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് ജസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലൊരു വീഡിയോ കൊടുക്കുക, അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് എങ്ങനെ എടുക്കുക നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് എടുക്കാൻ അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പം ലാസ്റ്റ് വീഡിയോയിൽ സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് മാക്സിമം സൗണ്ടിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കൊണ്ടുവരും. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്ന ആ ഒരു ക്രാക്കിംഗ് വോയിസ് ഉണ്ടായത് ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ്, ഓക്കെ, ഇവിടെ മാർക്കറ്റ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ട്രാക്കേഴ്സ്, ആൽഗോ ഹബ്ബ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ മാർക്കറ്റ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് വാച്ച് ലിസ്റ്റ്, ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ട്രാഡില്, ട്രാക്കേഴ്സ്, ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, ഫ്യൂച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഥേറിയത്തിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ എഥേറിയത്തിൻ്റെ ചാർട്ട്. നമ്മളെ ഫ്യൂച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ എഥേറിയത്തിൻ്റെ ചാർട്ടാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സിലും ട്രേഡ് ചെയ്യാം, ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഇതിൻ്റെ എന്താ പറയുക, ഈ ബിറ്റ് കോയിൻ്റെയും അതേപോലെ തന്നെ എഥേറിയത്തിൻ്റെ ഒക്കെ നമ്മൾ ട്രേഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങുക ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ പ്രൈസിൻ്റെ നമ്മൾ എത്രയാണ് നമുക്കിപ്പോൾ പ്രോഫിറ്റും ലോസും എന്നൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഫ്യൂച്ചേഴ്സ് കയറി എടുത്തിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ എഥേറിയത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, എഥേറിയത്തിൽ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് 73 USD ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 6,000 സംതിങ് റുപ്പീസ്, 6,270 റുപ്പീസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു ബൈ ചെയ്യുകയാണെങ്കിൽ, ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് മുകളിലേക്കാണ് എടുക്കുക, അതേപോലെ തന്നെ സെല്ല് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 115 രൂപയ്ക്ക് ഇപ്പോൾ ബൈ ചെയ്യാൻ വിചാരിക്കും. ഓക്കെ, 115 രൂപയ്ക്ക് ഇപ്പോൾ 71 ക്വാണ്ടിറ്റിയാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ മാർജിൻ എൻ്റെ 73, എനിക്ക് ഫണ്ട് റിക്കവർ ചെയ്യുന്നത് 71 USD വരുള്ളൂ. അപ്പോൾ എനിക്ക് എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മുകളിലേക്ക് ട്രേഡ് പോകും. ഓക്കെ, നമുക്ക് ബൈ ചെയ്യണ്ട, മറ്റേ ക്ലിക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് പോവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 115, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, ഇപ്പോൾ 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 100 എടുക്കുക, അതേപോലെ തന്നെ 95 ക്വാണ്ടിറ്റി ആണെങ്കിൽ 95 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളിൽ ഫണ്ട് ഉള്ള അത്ര വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ 73 ആയതുകൊണ്ട് എനിക്ക് മാക്സിമം ഒരു 115 ക്വാണ്ടിറ്റീസ് വരെയൊക്കെയാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, 115 അല്ല, ഒരു 117 ഒക്കെ വരെ പോവാം. ഓക്കെ, 100 ആ റേഞ്ചൊക്കെ പോവാ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കാണ് പോവുക, അതേപോലെ സെല്ല് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങളതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു 50 കൊടുത്ത്, അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഒരു 29 USD അല്ലെങ്കിൽ ഒരു 35 USD ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് എന്താ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, 50 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ബൈ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ട്രേഡ് അവിടെ പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റും കാണാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. ഓക്കെ, ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നേരെ ഈ ബൈ ഉള്ളത് ഇവിടെ ബൈ ആണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തോട്ട് പോയിട്ട് സെല്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ മൊബൈൽ ഫോണിലാണെങ്കിലും കാണാൻ പറ്റും ഈ ബൈൻ്റെ ഇപ്പുറത്ത് തന്നെ സെല്ല് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ഇതേ സെയിം സാധനം തന്നെ. ഇപ്പം ഞാനിപ്പോൾ 115 എടുക്കുന്നെങ്കിൽ 115 എന്താക്കുക ട്രേഡ് എടുക്കുക. ഓക്കെ, 115 എടുക്കുകയാണെങ്കിൽ ഇതാ 115 ഓൾമോസ്റ്റ് 69 USD. ഓക്കെ, അതല്ല 120 എടുക്കുകയാണെങ്കിൽ ഓക്കെ 71 USD. എന്നാലും എനിക്ക് ഓക്കെയാണ്, പൈസ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ സെല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ അത് പോയി താഴത്തേക്ക് പോകും. ഓക്കെ, സെല്ല് ചെയ്തിട്ട് നേരെ അത് താഴത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആയി ഉണ്ടാവും. ഓക്കെ, കാരണം ഞാൻ സെല്ലാണ് ചെയ്യുന്നത്. ഓക്കെ, സെൽ മീൻസ് താഴത്തേക്ക്, ബൈ മീൻസ് മുകളിലേക്ക്. ഓക്കെ, അതാണ് ഫ്യൂച്ചേഴ്സ് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനിയിപ്പം മാർക്കറ്റും ലിമിറ്റും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് ദ സെയിം പ്രൈസിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. അത് സെയിം പ്രൈസ് അല്ല, നിങ്ങൾ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു 115 ക്വാണ്ടിറ്റി അടിച്ച് ഞാൻ സെല് ചെയ്ത്, അതിപ്പോൾ ആ ടൈമിൽ ഇപ്പം എത്രയിലാണ് പ്ലേസ് ആവുന്നത് ആ പ്രൈസിലേക്ക് അത് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, അതേപോലെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ബെസ്റ്റ് ഓഫർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് 28,043 ട്രേഡ് വേണമെങ്കിൽ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിൽക്കും. ഓക്കെ, ഞാനിപ്പോൾ 28,020 എടുക്കുന്നത് വിചാരിക്കും. ഓക്കെ, 28,020 ഞാൻ എടുക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഒരു ക്വാണ്ടിറ്റി കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 71 ക്വാണ്ടിറ്റി സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 28,020 എത്തുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ ലിമിറ്റിന്റെയും അതേപോലെ തന്നെ മാർക്കറ്റിന്റെയും വ്യത്യാസം. ഓക്കെ, അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ കയറിയിട്ട് എടുക്കുക. അതേപോലെ സെയിം ഇത് തന്നെയാണ് നമ്മളെ ബിറ്റ് കോയിനിലും പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബിറ്റ് കോയിനിൽ ഇതേപോലെ തന്നെയാണ്. ഓക്കെ, എൻ്റെ ബിറ്റ് കോയിനൊക്കെ ഇറങ്ങിയ ഒരു ഇറക്കം കണ്ടോ നിങ്ങൾ? ഓഫ്, ഒരു വല്ലാത്തൊരു ഫോളോ ആണ് ഇപ്പോൾ മാർക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ബിറ്റ് കോയിനിലും ബൈയിൽ പോവാ. ബൈ ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഇപ്പം മാർക്കറ്റിലാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക, ബൈ കൊടുക്കുക. അപ്പോൾ ഞാൻ 115 ആണെങ്കിൽ എന്താ പറയുക 115 എടുക്കുക, ബൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് അത്ര ഫണ്ടില്ല, എനിക്ക് 73 USD ഉള്ളൂ. 115 ആകുമ്പോൾ കറക്റ്റ് 115 USD തന്നെ വേണം. ഓക്കെ, അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 50 കൊടുക്കുക. ഓക്കെ, 50 കൊടുക്കുകയാണെങ്കിൽ 47 USD മതി. ഓക്കെ, ഇപ്പൊ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ലിമിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, നമ്മൾ നല്ല പൈസക്കൊക്കെ കളിക്കുകയാണെങ്കിൽ ലിമിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഞാൻ പറയുന്ന 6,000 10,000 ഒന്നല്ല കേട്ടോ, ഞാൻ പറയുന്ന ഒരു 1 ലക്ഷം 2 ലക്ഷം അതേപോലെ 10 ലക്ഷം അതേപോലെ 50 ലക്ഷം 1 കോടി അല്ല, ഒരു 50 ലക്ഷത്തിനൊക്കെ ട്രേഡ്, അതേപോലെ തന്നെ ഒരു 10 ലക്ഷത്തിനൊക്കെ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും ലിമിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, 6,000 10,000 നിങ്ങൾക്ക് ചെയ്യട്ടോ. ലിമിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആ പൈസയിൽ തന്നെ സ്മോൾ എമൗണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലിമിറ്റിൽ എപ്പോഴും നിങ്ങൾ ചെയ്യുള്ളൂ. ഓക്കെ, മാർക്കറ്റിൽ ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, നമ്മൾ ലിമിറ്റിലും മാർക്കറ്റിലും കയറിയിട്ട് ബൈയും സെല്ലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ സെല്ലിലും ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് 115 കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തത് കേട്ടോ. 115 പോരാ, അതൊക്കെ കൂടുതലാണ്. ഓക്കെ, നമുക്കൊരു 80. ഓക്കെ, 80 ജാസ്തിയാണ്, 70 കൊടുക്കുക. 60 65 ഓൾമോസ്റ്റ് 65 ക്വാണ്ടിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് കിട്ടും. ഓൾമോസ്റ്റ് 68 USD വരുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സെല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് ആയിരിക്കും. ബിറ്റ് കോയിൻ ഇപ്പോൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇതിപ്പോൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കാണിച്ചു കൊടുക്കും. നമ്മൾ ഇവിടെയായിരിക്കും നമ്മളെ പ്രോഫിറ്റ് കാണിക്കുക. ഓക്കെ, പിന്നെ വേറൊരു സാധനം ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര നേരം ഞാൻ ഫ്യൂച്ചേഴ്സിലാണ് കാണിച്ചത്. ഇനി നമുക്ക് ഓപ്ഷൻസിലാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് ഇത്ര നേരം ഞാൻ ഫ്യൂച്ചേഴ്സ് ആട്ടോ കാണിച്ചത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഓപ്ഷൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മളെ ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന ഭാഗം. ഓപ്ഷൻ ചെയിൻ, അതായത് ഓപ്ഷൻ ചെയിനിൽ ഇപ്പോൾ 2 ഡിസംബർ 3 ഡിസംബർ 4 ഡിസംബർ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടോപ്പിലായിട്ട്
2 ഡിസംബർ 4 ഡിസംബർ അങ്ങനെ കുറേ ഇത് കാണാൻ പറ്റും, ഡേറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഡേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പയറിന്റെ ഡേറ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ 2 ഡിസംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ്. ഓക്കെ, അപ്പൊ നാളെയാണ് 2 ഡിസംബർ. അപ്പൊ 2 ഡിസംബറിന് എക്സ്പയർ ആവുന്ന കോൺട്രാക്ട്സ് ആണ് ഇതൊക്കെ. ഓക്കെ, 2 ഡിസംബറിന് എക്സ്പയർ ആവുന്ന കോൺട്രാക്ട്സ് ആണ് ഇത് മൊത്തം. ഓക്കെ, ഇവിടെ ഉള്ളത് പുട്ടും ഇവിടെ ഉള്ളത് കോളും. ഓക്കെ, ഈ സൈഡിലുള്ളത് പുട്ടാണ്. ഓക്കെ, ഈ സൈഡിലുള്ളത് പുട്ടാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഓക്കെ, ഈ സൈഡിലുള്ളത് കോളും ഈ സൈഡിലുള്ളത് പുട്ടുമാണ്. ഓക്കെ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും കോളും റൈറ്റ് സൈഡിൽ എപ്പോഴും പുട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെല്ലിംഗ് ആണ് ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എടുക്കുക. ഇതാണ് നമ്മുടെ കോൺട്രാക്ട്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതിലിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഇതില് മാർക്ക് പ്രൈസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുക. മാർക്ക് പ്രൈസ് ആണ് എടുക്കുക. ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും എല്ലാം മാർക്ക് പ്രൈസ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇതിപ്പോ ഇതിന്റെ മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ 156 ഓക്കെ, 82,000 നേരെ ഇപ്പുറത്ത് കോളിൽ വരുന്നത് 39,962 രൂപയാണ് മാർക്ക് പ്രൈസ്. അതായത് അത്രയ്ക്കും അത് ഇന്തമണിയാണത്. അത്രയ്ക്കും ഇന്തമണി ആയതുകൊണ്ടാണ് അത് 3,962 വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ 16, 15, 16 ഉറുപ്പ്യൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചീപ്പ് സാധനമാണ്. ഓക്കെ, ചീപ്പ് സാധനമാണ്. അതൊക്കെ ഔട്ട് ഓഫ് ദ മണിയാണ്. ഓക്കെ, അതൊക്കെ നാളെ ഇപ്പൊ എന്തായാലും നാളെ ഇപ്പം എക്സ്പയർ ചെയ്ത് പോകുന്ന സാധനങ്ങളാണ് ഈ മൊത്തം കോൺട്രാക്ട്സ്. ഓക്കെ, നാളത്തെ എക്സ്പയറി ആണ് ഈ മൊത്തം കോൺട്രാക്ട്സും. അതാണ് ഇവിടെ ഇവര് 2 ഡിസംബർ കൊടുത്തത്. ഇനി ഇവിടെ 3 ഡിസംബർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കും കൂടെ ഈ കോൺട്രാക്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് 3 ഡിസംബർ എന്ന് പറയുന്നത്. 4 ഡിസംബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ദിവസത്തേക്കും കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. 5 ഡിസംബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 3 ദിവസത്തേക്കും കൂടെ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. 5-ാം തീയതി എന്ന് പറയുമ്പോൾ 5-ാം തീയതിയാണ് ഇത് എക്സ്പയറി ആവുള്ളൂ. അതായത് 3 ഡേയ്സ് 22 മണിക്കൂർ 24 മിനിറ്റും കൂടെ നിങ്ങൾക്ക് ഇനി 5 ഡിസംബറിനാണ് നിങ്ങൾ ഈ കോൺട്രാക്ട് എക്സ്പയറി ആവുന്നെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം 22 മണിക്കൂറും 24 മിനിറ്റും കൂടിയാണ് ഇനി ഉള്ളത് സമയം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി കോൺട്രാക്ട്സിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, നമ്മൾ ഈ ബിറ്റ് കോയിന്റെയും എതേറിയത്തിന്റെയും ചാർട്ട് പ്രകാരം തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അതിൽ ചാർട്ടിൽ നമുക്ക് എവിടെയാണ് എൻട്രി കിട്ടിയത്, ആ എൻട്രി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എതേറിയത്തിലാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ താഴത്തേക്കാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിപ്പോ കറക്റ്റ് ഒരു മാർക്കറ്റ് ഇപ്പോൾ താഴത്തേക്കാണെങ്കിൽ ഞാനത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ പുട്ടെടുക്കും. പുട്ട് ഞാൻ ബൈ ചെയ്യും. താഴത്തേക്കാണെങ്കിൽ പുട്ട് ചെയ്യാൻ ബൈ ചെയ്യും, മുകളിലേക്കാണെങ്കിൽ കോൾ ചെയ്യാൻ ബൈ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ താഴത്തേക്കാണ് ഇപ്പോൾ മാർക്കറ്റിംഗിൽ ഞാൻ വേണമെങ്കിൽ കോൾ എനിക്ക് സെല്ലും ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എതേറിയത്തിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് എതേറിയത്തിൻ്റെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 23 രൂപേൻ്റെ ഞാനൊരു ട്രേഡ് നോക്കുകയാണെന്ന് വിചാരിക്കും. 23 രൂപേൻ്റെ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് വരുന്നൊരു പ്രൈസ് ഞാനൊരു 50 ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ, ഓക്കെ, 50 ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ 50 സോറി ലിമിറ്റ് പ്രൈസ് ആയിപ്പോയി. ഞാൻ ഇപ്പോൾ ഒരു 50 ക്വാണ്ടിറ്റീസ് കൊടുക്കാൻ വിചാരിക്കും. ഓക്കെ, 50 ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് 20 USD ആണ് ആകെ വരുള്ളൂ. ഓക്കെ, 20 USD ആണ് എനിക്ക് ആകെ വരുള്ളൂ. അതേപോലെ ഞാനിപ്പോൾ എനിക്കിപ്പോൾ 73 USD ഉള്ളൂ. ഞാൻ 100 ക്വാണ്ടിറ്റീസ് കൊടുക്കുക. 100 ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് 40 റുപ്പീസ് അല്ല 40 റുപ്പീസ് അല്ല 40 USD എനിക്ക് വരുള്ളൂ. ഓക്കെ, അത്ര പൈസയെ വരുള്ളൂ. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, 40 USD എനിക്കൊരു 100 ലോട്ടിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കോൾ ആണെങ്കിൽ എനിക്ക് കോൾ എടുക്കാം. ഓക്കെ,
ഇവിടെ സെല്ലും ബൈയും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ സെല്ലും ബൈയും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെല്ലും ചെയ്യാം. സെല്ല് സാധാരണ ചെയ്യണമെങ്കിൽ നല്ല പൈസ വേണം. ഓക്കെ, നമ്മളെ ഈ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ നല്ല പൈസ വരും. അതാണ് നമ്മൾ ഈ ക്രിപ്റ്റോന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ചുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പൈസ ഓൾമോസ്റ്റ് നമുക്ക് മാർജിൻ ഇല്ലെങ്കിൽ നമ്മളെ പൈസ ലിക്വിഡേറ്റ് ആയിട്ട് അടിച്ചു പോകാനും ഒറ്റയടിക്ക് തീർന്നു പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെല്ലും ഉണ്ട് ബൈയും ഉണ്ട്. അപ്പോൾ ബൈയിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ് എടുക്കാം, സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ട്രേഡ് എടുക്കാം. അതായത് ഇപ്പൊ ഞാൻ ബൈയിൽ ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ 23 USD വരുള്ളൂ. അതേപോലെ തന്നെ സെല്ലിൽ 100 ക്വാണ്ടിറ്റി കൊടുക്കുകയാണെങ്കിൽ 23 USD. സെല്ലിൽ കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40 USD വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബൈ കൊടുത്തിട്ട് നേരെ ഈ കോൺട്രാക്ട്സിലേക്ക് പോവുക. കോൺട്രാക്ട്സ് മീൻസ് നമ്മൾ ഈ കോൺട്രാക്ട്സ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കോൺട്രാക്ട്സിൽ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് കാണിക്കാറുണ്ട് ഞാൻ. ഓക്കെ, ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കലുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ പൊസിഷനിൽ കാണാൻ പറ്റും കറക്റ്റ് നമ്മളെ ട്രേഡ് ഏതാ നമുക്ക് എടുത്തത്. നമ്മളിപ്പോൾ 23 അല്ല, നമ്മളിപ്പോൾ കോളാണ് എടുത്തെങ്കിൽ നമുക്ക് കോളിന്റെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുക അവർ. നമ്മളത് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ചാർട്ടിലോട്ടായിരിക്കും പോവുക. ഓക്കെ, നമ്മളിപ്പോൾ കോളിന്റെ ആണ് എടുത്തെങ്കിൽ കോളിന്റെ ചാർട്ടിലോട്ട് പോകും, പുട്ടിന്റെ ആണ് എടുത്തെങ്കിൽ പുട്ടിന്റെ ചാർട്ടിലോട്ട് പോകും. അപ്പൊ ഞാനത് ഇതിന് മുന്നേ ഞാൻ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ട്രേഡ് ചെയ്യുന്ന വീഡിയോസ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഡെൽറ്റയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പൊസിഷൻസിൽ ഉണ്ടാവും ആ ട്രേഡ് ഏതാ ഞാൻ എടുക്കുന്നത്. ഞാൻ പൊതുവെ എടുക്കല് നമ്മളെ ഈ ഇത് തന്നെയാണ്, ഓപ്ഷൻ സെല്ലിംഗ് ആണ് കൂടുതൽ ചെയ്യാറ്, ഓപ്ഷൻ ബൈയും ചെയ്യലുണ്ട്. ഓക്കെ, ഫ്യൂച്ചേഴ്സിൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ട്രേഡ്. പിന്നെ ഞാനത് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് എങ്ങനെയാണ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതിലാണ് പൊസിഷൻസിലാണ് നമ്മളെ ട്രേഡും കാര്യങ്ങളൊക്കെ പോവുക, ട്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പം യെസ്, അതേപോലെ ഓപ്ഷൻസ് പോവുക. നമ്മളെ അതായത് മാർക്ക് പ്രൈസ് ആണ് നോക്കേണ്ടത്, ആസ്ക് പ്രൈസും മറ്റേതും ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നുമല്ല. ഓക്കെ, ബിഡ് പ്രൈസ് ഒന്നുമല്ല, അതായത് മാർക്ക് പ്രൈസ് ആണ് നോക്കുക. രണ്ടിന്റെ മാർക്ക് പ്രൈസ് ആണ് നോക്കുക. ഇത് ലെഫ്റ്റ് സൈഡ് വരുന്നത് കോൾ ഓപ്ഷനും റൈറ്റ് സൈഡ് വരുന്നത് പുട്ടുമാണ്. അപ്പം എടുക്കുമ്പോൾ എപ്പോഴും ബിറ്റ് കോയിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് എതേരിയത്തിൽ എടുക്കുന്നതാണ്. കാരണം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിപ്പോ കണ്ടോ 39, 29, 49 റുപ്പീസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സിൽവർ കളറിലും ബ്ലാക്ക് കളറിലും. ഈ ബ്ലാക്ക് കളറിൽ ഔട്ട് ഓഫ് ദ മണിയാണ്. അതായത് എന്താ പറയാ, ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ എത്തും സാധനം. എക്സ്പയർ ആവുന്ന സമയത്താകുമ്പോഴത്തേക്കും അത് സീറോയിലെത്തും. അതാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനം. അതായത് ഈ ക്രീം അല്ല, ഈ ഒരു സിൽവർ കളറിലുള്ള സാധനം എക്സ്പയർ ആവുകയാണെങ്കിലും അത് സീറോയിലായിരിക്കും എക്സ്പയർ ആവും. ഒന്നെങ്കിൽ അത് 18 അല്ലെങ്കിൽ 19. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 61 സാധനം ഇപ്പം അത്രയ്ക്കും മാർക്കറ്റിന് നല്ല രീതിയിൽ തന്നെ കയറുകയാണെങ്കിൽ അത് കയറും. നല്ല ഫോളോ തരികയാണെങ്കിൽ കോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ വീഴും. അപ്പൊ അത് ഔട്ട് ഓഫ് ദ മണി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സീറോ ആവും. ഇപ്പം നാളെ ഒരു 5:30 ഇത് എക്സ്പയറി വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 4:30 ആകുമ്പോഴത്തേക്കും ഇത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു സിൽവറിന്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടെങ്കിൽ, അതായത് ഇന്ത മണിയിലാണ് കളിക്കുന്നെങ്കിൽ അത് സീറോയിൽ ഒരിക്കലും എത്തൂല. അതൊരു 18, 19 ആ റേഞ്ചിലൊക്കെയാണ് എക്സ്പയർ ആയി പോകുള്ളൂ. ഓക്കെ, അപ്പം അതിന്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ അടിയിലുള്ള കോൺട്രാക്ട്സ് മൊത്തം എക്സ്പയർ ചെയ്താക്കണ്ടോ. ഇതിപ്പോ 2, 3, 4 ഈ സാധനങ്ങളൊക്കെ 12, 16 ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും സീറോയിൽ എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 95% സീറോയിൽ എത്താൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതല്ല, അത് സീറോയിൽ എത്തും, അങ്ങനെയാണ്. ഓക്കെ, കാരണം അത് എക്സ്പയറിന്റെ ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ടാണ് അത് എത്തുന്നത്. ഓക്കെ, സീറോയിൽ എത്തുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഇതുണ്ട് കേട്ടോ, നമ്മളെ ഈ ഒരു ഇന്ത മണി ഉണ്ട്. കാരണം ട്രേഡേഴ്സ് എപ്പോഴും സെല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഔട്ട് ഓഫ് ദ മണി ഫോക്കസ് ചെയ്തിട്ടാണ് സെല് ചെയ്യാറ്. ഓക്കെ, ട്രേഡേഴ്സ് എപ്പോഴും സെല് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ദ മണി സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. കാരണം അത് അതിന്റെ ഇത് വേഗം കുറയാൻ തുടങ്ങും, അതിന്റെ വിലയാണ് വേഗം കുറയുക. ഓക്കെ, ഇന്ത മണി ആകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അത് ഔട്ട് ഓഫ് ദ മണിയിൽ എത്തിയാൽ അതിന്റെ വിലയും വേഗം ഡിക്രീസ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ,
അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കോളിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത് കാണിച്ചു തന്നു. ഇനി ഞാൻ പുട്ടിൽ എടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഇതിൽ ജസ്റ്റ് കയറുക, ഏതെങ്കിലും ഒരു സാധനം എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 2780 ഓക്കെ, ദാറ്റ് മീൻസ് എത്ര റേറ്റ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ 29.04 റുപ്പീസിൻ്റെ ഒരു ട്രേഡ് ഞാനൊരു എൻ്റെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 73 USD ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു 115 ക്വാണ്ടിറ്റീസ്. ഓക്കെ, 48 എനിക്ക് അത് പോരാ, എനിക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 130 ക്വാണ്ടിറ്റീസ് കൊടുക്കും. എന്നാലും എനിക്ക് ഫണ്ട് ഉണ്ട്. ഓക്കെ, സെല് ചെയ്യാൻ എനിക്ക് എന്നാലും ഫണ്ട് ഉണ്ട്. 150 കൊടുക്കുക. ഓക്കെ, 63. അപ്പോൾ ഞാനൊരു 150 ക്വാണ്ടിറ്റീസിന് ട്രേഡ് എടുക്കും. ഓക്കെ, ഞാൻ സെല് ചെയ്യും. ഇപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ ബൈയും നേരെ കൊടുക്കുക, ബൈയും പോകും. ഓക്കെ, ഇതേപോലെ തന്നെ ബൈ പോകും. ഇനി നിങ്ങൾക്ക് ലിമിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ലിമിറ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ എടുത്തത് 29 ആയിരുന്നു നേരത്തെ, അപ്പോൾ 28 ആയി. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് എടുക്കേണ്ടത് ബൈ ചെയ്യാൻ എനിക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ ഒരു 28.15 എനിക്ക് ബൈ ചെയ്യണമെങ്കിൽ ഞാനത് ജസ്റ്റ് സെറ്റ് ചെയ്യുക, ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ 28.50 എവിടെ എത്തുന്നോ കണ്ടോ, 28.50 എത്തിക്കഴിഞ്ഞു. 28.50 എത്തിയാൽ ഇത് എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണ്. ഓക്കെ, ലിമിറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് ആവുക, അത് അവിടെ എക്സിക്യൂട്ട് ആവും. അതേപോലെ തന്നെ സെല്ലിങ്ങിലും അങ്ങനെ തന്നെ. നിങ്ങൾ 28.50 ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 28.50 എത്തുമ്പോൾ അത് എക്സിക്യൂട്ട് ആയി. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഇത് നേരെ തിരിച്ചിട്ട് ഇത് 28.50 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മളെടുത്ത സാധനം ഓൾമോസ്റ്റ് 29.81 ആയിട്ടുണ്ട്. അപ്പം ബൈ ആണ് എടുത്തെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ കാണിച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് കാണിക്കുക എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്താണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചേഴ്സിന്റെ ഉള്ളിലല്ല നമുക്ക് കാണിക്കുക, നമ്മൾ ഈ ഒരു പൊസിഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും. അത് ജസ്റ്റ് അവിടെ എഴുതി കാണിക്കുന്ന അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്റ്റിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, കോൺട്രാക്റ്റിന്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചത് എങ്ങനെയാണ് ഉണ്ടാവാന്ന്. ഓക്കെ, കോൺട്രാക്റ്റിന്റെ ചാർട്ട് ഇതിൽ ജസ്റ്റ് പോവുക, ചാർട്ടിലോട്ട് പോവുക. ഇങ്ങനെ ഉണ്ടാവും കോൺട്രാക്റ്റിന്റെ ചാർട്ട്, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് കോൺട്രാക്റ്റിന്റെ ചാർട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്യാം. ഓക്കെ, നമ്മളെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്ര കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറെ നിങ്ങൾ ഈ ഒരു കാര്യം ഇതൊന്നും ഈ ട്രാക്കേഴ്സും മറ്റേതൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഇതും ആൽഗോ ഹബ് ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെമോ ട്രേഡ് ചെയ്യേണ്ടവർക്ക് ഡെമോ ട്രേഡിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, എല്ലാം ഞാൻ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാം. അപ്പോൾ ഞാനിത് കുറെ കാലമായി വിചാരിക്കുന്നു, ബയ്യും സെല്ലിനെ ആദ്യം ചെയ്യിപ്പിച്ചിട്ട് മതി അടുത്ത കാര്യങ്ങളൊക്കെ. ഈ ഐസൊലേറ്റഡ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് സബ് അക്കൗണ്ട് തുടങ്ങേണ്ടത്, അതേപോലെ തന്നെ ആ ഐസൊലേറ്റഡ് മോഡ് എന്താണ്, പോർട്ട്ഫോളിയോ മോഡ് എന്താണ്, ക്രോസ് മോഡ് എന്താണ്, ഇതൊന്നും അറിയാത്തവർക്കൊക്കെ എല്ലാത്തിനും വീഡിയോ ഞാൻ ചെയ്യും. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബൈൻ്റെയും സെല്ലും എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. അതുവരെയും ബൈ.